നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ശോഭന. ഒരിടവേളയ്ക്ക് ശേഷമാണ് അവർ വീണ്ടും തുടരും എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുന്നത്. മോഹൻലാലിനൊപ്പം വർഷങ്ങൾക്ക് ശേഷം ശോഭന ഒന്നിച്ച ചിത്രം കൂടിയായിരുന്നു തുടരും. മലയാളത്തിൽ മാത്രമല്ല, കരിയറിൻ്റെ ആദ്യ നാളുകൾ മുതലേ തമിഴിലും തെലുങ്കിലുമെല്ലാം മികച്ച വേഷങ്ങൾ ശോഭന ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ തൻ്റെ സിനിമകളൊന്നും കാണാത്തവർക്കായി 3 സിനിമകൾ നടി സജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ബാലതാരമായി എത്തിയ മംഗളനായകി എന്ന സിനിമയാകും ഒന്ന്. പിന്നെ പുതിയ ചിത്രമായ തുടരും. എനിക്ക് ഒരുപാട് മികച്ച തെലുങ്ക് സിനിമകൾ കരിയറിൽ ലഭിച്ചിട്ടുണ്ട് എന്നും തെലുങ്കിൽ നിന്നും ഹലോ ഡാർലിംഗ് എന്ന സിനിമയും ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്നും അവർ പ്രേക്ഷകരോടായി പറയുന്നു. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടും. അഭിമുഖത്തിൽ സിനിമയിലെ മുൻ നാളുകളെക്കുറിച്ചും അക്കാലത്തെ ചിത്രീകരണ രീതികളെക്കുറിച്ചും ശോഭന സംസാരിക്കുന്നുമുണ്ട്. ഒരു വർഷം 22 സിനിമകൾ വരെ ചെയ്തിരുന്നുവെന്നും അന്ന് പെട്ടെന്ന് സിനിമകളുടെ ചിത്രീകരണം അവസാനിക്കുമായിരുന്നു എന്നും ശോഭന പറയുന്നു. 22 സിനിമകളൊക്കെ താൻ ഒരു വർഷം അഭിനയിച്ചിരുന്നുവെന്നും ഇപ്പോൾ സാങ്കേതികത കൂടിയതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും, മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അന്ന് പ്രധാനമായും നോക്കിയിരുന്നത് ഇമോഷൻസും സ്ക്രിപ്റ്റും ആയിരുന്നു എന്നും പണ്ട് സിനിമയിൽ 1-2 ഹീറോസ് ഉണ്ടാകുമായിരുന്നു എന്നും അതിൽ ഒരാൾ സംവിധായകനാണ്, മറ്റൊന്ന് സ്ക്രിപ്റ്റാണ്, അതിനുശേഷമാണ് അഭിനേതാക്കളും മറ്റുള്ളവരും വരുന്നത്. അത് സത്യത്തിൽ മലയാള സിനിമയുടെ ഗോൾഡൻ പീരിയഡ് ആയിരുന്നു എന്നും അവർ പറയുന്നു. അന്ന് ആ പീരീഡിൽ നിൽക്കുവാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ് എന്നാണ് ശോഭന പറയുന്നത്.